വീട്ടിൽ പ്രായമുള്ള മാതാപിതാക്കൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ അതിൽ നല്ല വെളിച്ചമുള്ള പോലെയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വെട്ടമുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അവർക്ക് അത് വെളിച്ചം പോരാ എന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരു ബയോളജിക്കൽ റീസൺ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കൂടാതെ യെല്ലോയിങ് ഓഫ് ദ ലെൻസ് എന്നും ഇതിന് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സൈസ് ചെറുതായി പോകുന്ന ഒരു അവസ്ഥയും കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു 20 വയസ്സുകാരൻ്റെ കണ്ണിലേക്ക് എത്തപ്പെടുന്ന റെറ്റിനയിൽ എത്തപ്പെടുന്ന വെളിച്ചത്തിൻ്റെ 1/3 വെളിച്ചം മാത്രമാണ് ഒരു 60 വയസ്സുകാരൻ്റെ കണ്ണിൽ എത്തപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ അവർക്ക് ഒരു റൂമിൽ നമുക്ക് ഫുൾ ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു റൂമിൽ ചെല്ലപ്പെടുമ്പോൾ അവർക്കൊരു ഡിം ലൈറ്റ് ഉള്ള റൂമിൽ എത്തിപ്പെടുന്ന ഒരു ഫീലാണ് അവർക്ക് കിട്ടുന്നത്. ഇത് പരിഹരിക്കാൻ ബ്രൈറ്റ്നസ് മാത്രം കൂട്ടിക്കൊണ്ട് ഒരു കാര്യം നടക്കുന്നില്ല. അത് ഗ്ലെയർ ഉണ്ടാക്കും. അത് കൂടുതൽ നമ്മുടെ പ്രായമുള്ളവരുടെ കണ്ണുകളെ മഞ്ഞളിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്കത് മാറിപ്പോകാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ 4 തരത്തിലുള്ള സയൻറ്റിഫിക് അപ്രോച്ച് കൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താം. ആദ്യം ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ്. നമ്മളുടെ നോർമലുള്ള ലൈറ്റിനേക്കാൾ ഒരു 3 മടങ്ങ് ലക്സ് ലെവൽ ഉള്ള ലൈറ്റുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തത് യൂണിഫോമിറ്റിയാണ്. റൂമിൽ എവിടെ നോക്കിയാലും ഒരേ ലെവലിലുള്ള ലൈറ്റ് ലെവൽ ഉണ്ടായിരിക്കണം. അവരുടെ ഒരു ഷാഡോ മൂലം അവർക്ക് തട്ടി തടഞ്ഞ് വീഴാനായിട്ടുള്ള ചാൻസുകൾ വരാത്ത രീതിയിൽ വേണം നമ്മൾ യൂണിഫോം ആയിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അടുത്തതായി ഹൈ കോൺട്രാസ്റ്റ്. ഹൈ കോൺട്രാസ്റ്റിംഗ് ചെയ്യുന്നത് നമ്മൾ സ്റ്റെപ്പുകൾ, പടികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ലൈറ്റിൻ്റെ ഒരു വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്റ്റെപ്പിൻ്റെ ലെവലുകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ തട്ടി വീഴാനുള്ള ചാൻസുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 4ാമത് ഗ്ലെയർ ഫ്രീ ലൈറ്റിംഗ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള റെസിസ്റ്റ് ലൈറ്റിംഗ് ഫിറ്റിംഗ്സ് യൂസ് ചെയ്തുകൊണ്ട് കണ്ണിലേക്ക് നേരിട്ട് ലൈറ്റ് വീഴാത്ത രീതിയിലുള്ള സൊല്യൂഷൻസ് ആയിരിക്കണം നമ്മൾ അവിടെ ചെയ്യേണ്ടത്. നമ്മുടെ പാരൻസിൻ്റെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം. അവർ തട്ടിത്തടഞ്ഞ് വീഴുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാനായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈറ്റ്സിനെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന സൺലൈറ്റിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.